ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. പ്രൈസ് ദ ലോർഡ്. നന്ദി കർത്താവെ, സ്തുതിക്കുന്ന യേശോപ്പ, അവിടുത്തെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ഹാലലൂയ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അളവുകളില്ലാത്ത സ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, നിത്യസ്നേഹം. ഹാലലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം, അത് അളവില്ലാത്ത സ്നേഹം, വിലയേറിയ സ്നേഹം, മഹാസ്നേഹം, അളവ് കൂടാത്ത സ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ഹാലലൂയ. യേശുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വചനമാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം. ഹാലലൂയ. വചനത്തെ സ്നേഹിക്കുന്നവർ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഹാലലൂയ. ദൈവത്തിൻ്റെ വചനം അത് നാം ഓരോരുത്തരും അത് സ്വീകരിക്കണമെന്നും അംഗീകരിക്കണമെന്നും നാം പാപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടണമെന്നും നിത്യ നരകത്തിൽ നിന്നും നാശത്തിൽ നിന്നും നാം രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. യേശു പാപികളെ സ്നേഹിച്ചു, എന്നാൽ പാപത്തെ വെറുത്തു. ഹാലലൂയ. പാപികളെ തേടി വന്നു കർത്താവ്. പാപം എന്തെന്ന് കർത്താവ് ചോദിക്കാതെ കർത്താവ് നമ്മെ തേടി വന്നു. ഹാലലൂയ. ആ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹാലലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, യേശുവപ്പ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സമയപ്പ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവിടെ നിന്ന് കർത്താവിനെ വചനത്തെ ഓർക്കുന്നവരെ, ഹാലലൂയ, ദൈവത്തെ ഓർക്കുന്നവരെ ഞാൻ ഓർക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. കർത്താവെ, ഹാലലൂയ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന് ദൈവവചനം പറയുന്നു. അപ്പാ കർത്താവെ, അകന്നിരുന്ന ഞങ്ങളെ, കർത്താവെ ചെളിയിൽ കിടന്ന ഞങ്ങളെ കർത്താവ് ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയ കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഹാലലൂയ. എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവവരങ്ങൾ തരുന്നു. അപ്പൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ അനീതിയ സകലത്തെയും നീക്കി ഞങ്ങളെ വെടിപ്പാക്കി കർത്താവെ, ഹാലലൂയ, ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നിർത്തി ദൈവമേ ഇനി നടത്തുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവവരങ്ങൾ തരുന്നു. അനുഗ്രഹിക്കും, വഴി നടത്തുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹാലലൂയ. നന്ദി കർത്താവെ. ദൈവത്തിൻ്റെ വചനം, നാം ദൈവത്തിൻ്റെ വചനം യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് രുചിച്ചറിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിത്യന്തമില്ലാത്ത ദൈവത്തോടുള്ള വലിയ സ്നേഹം നാം അനുഭവിച്ചിട്ടുണ്ട്. ഹാലലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നു, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹാലലൂയ. അവർക്ക് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹാലലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് വചനം പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹാലലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാകുന്നു, ചൈതന്യം വരുത്തുന്നു, ഇരുവായ്ത്തലയുള്ള വാളാകുന്നു ദൈവത്തിൻ്റെ വചനം. അത് വചനത്തെ സ്നേഹിക്കുന്നവരെ അത് മൂർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവരുടെ എല്ലാ അവസ്ഥകളെയും ദൈവം അറിയുന്നു. അവരുടെ അവസ്ഥകൾക്ക് അവൻ മാറ്റം വരുത്തുന്നു. ദൈവമിതമല്ലാത്ത എല്ലാ പാപ വഴികളെയും ദൈവം
നിൻ്റെ വചനത്തിൽ നിന്ന് വചനമുഖാന്തരം അകറ്റുന്നവൻ മാനസാന്തരം, മനം മാറ്റം, രൂപാന്തരം അവനും ആ വ്യക്തിക്ക് നൽകുന്നു. ഹാലലൂയ. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുന്നു. ഹാലലൂയ. ഇന്ന് ഈ സമയം വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ഹാലലൂയ. ജീവനും ചൈതന്യവും നമുക്ക് വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വചനം നമ്മെ നേർവഴി കാണിക്കുന്നു, നമ്മെ രക്ഷിക്കുന്നു, നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, നമുക്ക് സൗഖ്യം ദൈവം തരുന്നു. ഹാലലൂയ. ആർക്കും നൽകുവാൻ കഴിയാത്ത ദൈവിക സൗഖ്യവും വിടുതലും ദൈവം തരുന്നു. ദൈവം നമ്മെ മരണത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു, രക്ഷിക്കുന്നു. ഹാലലൂയ. സദൃശവാക്യത്തിൽ ഇപ്രകാരം പറയും. സദൃശവാക്യം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 4-ാം അധ്യായം 4-ാം അധ്യായം 20 മുതൽ വായിക്കുന്നു. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. എത്രത്തോളം ദൈവത്തിൻ്റെ വചനത്തെ നാം സ്നേഹിക്കുന്നുവോ, നാം ഹാലലൂയ നമ്മോട് പറ്റിച്ചേരുന്നുവോ, അത്രത്തോളം വിടുതൽ നമ്മുടെ ശരീരത്തിനും സൗഖ്യവും വിടുതലുമായി തീരുന്നു, ജീവനായി തീരുന്നു. ഹാലലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം ആർക്കും അതിനെ കവർന്നെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ദാഹിക്കുന്നവർക്ക് ഏവർക്കും ദൈവം രക്ഷ ദാനം ചെയ്യുന്നു. അത് കൃപയാലത്രേ, വിശ്വാസത്താലത്തെ കൃപ ലഭിക്കുന്നത്. പണം കൊടുത്താലോ ഒന്നും അത് കിട്ടുന്ന ഒന്നല്ല. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മളിലുള്ള സകല അനീതിയെയും, താഴോട്ട് എഴുതിയിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവ് നമ്മെ സകല അനീതിയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കും. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ സകല പാപക്കറകളെയും കർത്താവ് ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും, നാവിനെ ശുദ്ധീകരിക്കും. ഹൃദയത്തിൽ നമുക്ക് സകല ദോഷങ്ങളെയും അകറ്റി കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. ഹാലലൂയ. നമ്മുടെ വചനം പറയുന്നത് നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും മുഖപക്ഷം കൂടാതെ ഈ രക്ഷ പ്രാപിപ്പാൻ ദൈവം അവസരം നൽകുന്നു. ഹാലലൂയ. കൃപയാലത്രേ ഈ ആത്മരക്ഷ ലഭിക്കുന്നത്, വിശ്വാസത്താലത്രേ ഈ ആത്മരക്ഷ പ്രാപിക്കുന്നത്. കർത്താവ്, ഈ രക്ഷ എനിക്കും വേണം കർത്താവ്, ഈ കൃപ എനിക്കും വേണം കർത്താവ് എന്ന് പറയുന്ന ദാഹിക്കുന്ന ഏവർക്കും കർത്താവ് ആത്മാവിൻ്റെ രക്ഷ, സൗഖ്യം, ജീവൻ കർത്താവ് നൽകുന്നു. ഹാലലൂയ. ഈ ജീവൻ നൽകുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്നെത്താൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ കർത്താവ് നമ്മൾ പ്രാപിക്കുവാൻ തക്ക നിത്യജീവൻ അവകാശമാക്കുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നു. നമ്മെ മുറ്റുമായും കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഹാലലൂയ. ആ ജീവനെ ദൈവം നമുക്കായി തന്നു. ഹാലലൂയ. കർത്താവ് പറഞ്ഞ നിത്യജീവൻ്റെ ഉറവ അത് കർത്താവാകുന്നു, യേശുവാകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹാലലൂയ. കർത്താവിൻ്റെ ഇഷ്ടം അറിയുവാനും കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാനെല്ലാം ദൈവം കൃപ കൊടുക്കുന്നു. അർഹിക്കാത്ത കൃപകളെ കൊടുക്കുന്നു. ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവിടുന്ന് കൂടെ ഇരുന്നവരെ അവർക്ക് സകലവിധമായ ആവശ്യങ്ങളെയും നിറവേറ്റി കൊടുക്കുന്നു. അവർക്ക് ജ്ഞാനം കൊടുക്കുന്നു, പരിജ്ഞാനം കൊടുക്കുന്നു, വേഗം കൊടുക്കുന്നു. ദൈവത്തെ ഉള്ള ഭക്തി തന്നെയാണ്
പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവാണ് വിവേകവും പരിജ്ഞാനവും എല്ലാം കർത്താവാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിത്യജീവനെ എനിക്ക് വേണമെന്ന് പറയുന്നവർക്ക് ഈ ആത്മാവിൽ ഹല്ലേലൂയ ജീവൻ നൽകുവാൻ, സൗഖ്യം നൽകുവാൻ മതിയായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെയും ശമരിയക്കാരൻ്റെ സ്ത്രീക്ക് കർത്താവിൻ്റെ ആ നിത്യജീവനെ വെളിപ്പെടുത്തി കൊടുത്തു. ഒരിക്കലും യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ആ പറഞ്ഞ കർത്താവിൻ്റെ ആ ഇഷ്ടം, ആ വചനം മുറുകെ, ആ വാക്കിനെ വില കൊടുത്തു. എനിക്കും ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും ദാഹിക്കാത്ത ആ ഉറവ, ആ വെള്ളം എനിക്കും വേണമെന്ന് ആ ശമരിയക്കാരത്തെ സ്ത്രീ പറയുകയും വെള്ളം കൊടുക്കുവാൻ തക്കവണ്ണം നിത്യജീവനിൽ നിന്ന് ഉറവ ദൈവം അവളുടെ ഉള്ളിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, യേശുവിനെ കിട്ടിയപ്പോഴുള്ള ആ സന്തോഷം, ആ ഒരിക്കലും വറ്റിപ്പോകാത്ത ആ ഉറവ, ആ സന്തോഷം അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുവാനിടയായി. അവൾ അനേകരോട് ഈ ജീവിപ്പിച്ച ഒരിക്കലും വറ്റിപ്പോകാത്ത പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന ഉറവ പുറപ്പെട്ടത് പലർക്കും അവൾ വിളമ്പി കൊടുക്കുവാനിടയായി, പകർന്നു കൊടുക്കുവാനിടയായി, വന്ന് കാണുവാനിടയായി. ആ യേശുവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച്, യേശു ആരാണെന്നും വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. മനുഷ്യർക്ക് ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ ആ ദൈവസ്നേഹം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം, ആ സന്തോഷം അവിടെ വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒഴുക്ക്, ഈ സന്തോഷം ഓരോരുത്തരുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവയെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. നമ്മ അടുക്കൽ അനേകർ നമ്മുടെ അടുക്കൽ വരാതെ വണ്ണം മാറി നിൽക്കുമ്പോൾ, അനേകർ നമ്മെക്കുറിച്ച് നമ്മെ ഓർക്കാതിരിക്കുമ്പോൾ യേശു കർത്താവ് നമ്മെ എപ്പോഴും, ദൈവം നമ്മെ ഓർക്കുന്നു, ദൈവം നമ്മെ കാത്തിരിക്കുന്നു. യേശു കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, സദൃശവാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. സദൃശവാക്യത്തിൽ 4-ാം അധ്യായം ഒരിക്കൽ ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. മർക്കോസ് 4-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായിക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പം വചനത്തിന് ശക്തിയുണ്ട്. വചനം സ്നേഹമാകുന്നു, ദൈവമാകുന്നു. ആ വചനത്തിൽ നാം ശ്രദ്ധ വയ്ക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടി നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പോൾ ജീവൻ്റെ ഉത്ഭവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ക്രിസ്തു യേശുവാണ് നമ്മുടെ ഹല്ലേലൂയ ജീവൻ. ഹല്ലേലൂയ. നിത്യജീവൻ. ഞാൻ തന്നെ സത്യദൈവവും നിത്യജീവനുമാകുന്നുവെന്ന് ദൈവവചനം പറയുന്നു. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെയും എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു.
വചനം ദൈവമായിരുന്നു. നമുക്ക് അറിയാം, വചനം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വിടുതൽ പ്രാപിച്ചവർ അനേകർ ഉണ്ട്. എനിക്കും ആ അനുഭവം, സാക്ഷ്യം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനും മരണാവസ്ഥയുടെ രോഗങ്ങളാൽ ഭാരത്താലും വേദനയോടെ മരണാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ, അബോധാവസ്ഥയിലും ശരീരത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കുവാൻ കഴിയാതെ, ശക്തിയില്ലാതെ, വളരെ ബലഹീനതപ്പെട്ട് ശരീരം 2008 ഞാൻ അനുഭവിക്കുമ്പോൾ, തുടർന്ന് ഒരു കാല് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു ഓർമ്മയോ ശക്തിയോ ബലമോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ കർത്താവ് ഞാൻ ഇപ്രകാരം വചനം വായിക്കും, സദൃശവാക്യങ്ങളൊക്കെ വായിക്കും, ബൈബിൾ ക്ലാസ്സിൽ വചനങ്ങളൊക്കെയും കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ട് വായിച്ച് ഗ്രഹിച്ച് വിട്ടുപോയ കാര്യാദികൾ ഒക്കെയും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറയുമ്പോൾ, മാസങ്ങളോളം അബോധാവസ്ഥയിൽ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് സൗഖ്യമില്ലാതെ ഞാൻ ഭാരത്തോടെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ, ഞാൻ ഇപ്രകാരം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, കർത്താവെ, നിനക്ക് കർത്താവിനെ എടുക്കുവാനും കഴിയും, എന്നെ സൗഖ്യമാക്കുവാനും കഴിയും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ഈ വചനം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവ കിട്ടുന്നവർക്ക് അവ സൗഖ്യവും സർവ്വദേഹത്തിന് കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിന് സൗഖ്യവുമാണെന്ന് ദൈവവചനം പറയുന്നല്ലോ കർത്താവെ എന്ന് ഞാൻ പറയുവാനിടയായി. എൻ്റെ നാവൊക്കെ താന്നു, കൈകാലെല്ലാം തണുത്തു, ചലിക്കാതെ വണ്ണം മരണാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞു, കർത്താവെ, ജീവനും സർവ്വദേഹത്തിന് സൗഖ്യവുമാണെന്ന് കർത്താവ് വചനം പറയുന്നല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വചനം എന്നെ സൗഖ്യമാക്കുവാനുള്ള ആ വചനം എനിക്ക് തന്ന് എന്നെ ജീവിപ്പിക്കണമേ എന്നെ സൗഖ്യമാക്കണമേ എന്ന അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ, എൻ്റെ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം വന്ന് എൻ്റെ ഹൃദയത്തെ തൊടുകയും തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കുന്നു. വചനം പറയുന്നു, ഞാൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ ഞാൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. കേട്ട മാത്രയിൽ തന്നെ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ട മാത്രയിൽ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. ഒരു ശകലവും ശക്തിയില്ലാതിരുന്ന ഞാൻ എൻ്റെ ശക്തിയോടെ, ഒരു പുതുജീവനോടെ, പുതുശക്തിയോടെ ഞാൻ ആ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ ശരീരം മുഴുവനും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചു. ദൈവശക്തിയാൽ ഞാൻ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവം എന്നെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ തലകളെ പുതുക്കി നോക്കുന്നു. നീരും പെരുത്തുമൊക്കെ ഇരുന്ന തലകളെ നോക്കിയപ്പോൾ എല്ലാം നോർമലായിരിക്കുന്നു. എൻ്റെ കൈകാലുകൾക്ക് ബലം, നാഡീഞരമ്പുകൾക്ക് യേശുവേ എല്ലാറ്റിലും ജീവപ്രവർത്തനം. ദൈവത്തിൻ്റെ വചനം, ആ വചനം കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിന് സൗഖ്യവുമാകുന്ന വചനം കർത്താവ് എന്നെയും നിറച്ചു. ഹല്ലേലൂയ. കർത്താവ് ശക്തി തന്നു. ഇന്ന് കർത്താവിൻ്റെ ഇപ്രകാരം ദൈവമേ, സുവിശേഷം ഇങ്ങനെ പറയുമെന്ന് ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ഇപ്രകാരം ആയിരിക്കുമ്പോൾ എനിക്ക് വചനങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. കർത്താവ് അതിനാണ് എനിക്ക് ജീവൻ തന്നതെന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ജീവൻ പകരപ്പെടണമെന്നും ആ അഭിഷേകം എല്ലാവരിലും നിറയണമെന്നും പകരണമെന്നും ഒക്കെയും ദൈവം ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി സുവിശേഷം ട്രാക്റ്റ് കൊടുക്കുവാനൊക്കെ അതിന് ശേഷമാണ് ഞാൻ പോയി തുടങ്ങിയത്. ഹല്ലേലൂയ. അതുവരെ ഞാൻ പുറത്തോട്ട് സ്വതന്ത്രമായിട്ട് ഒന്നും ഞാൻ ഇറങ്ങി പോവുകയോ പ്രവർത്തിച്ചിട്ടോ ചെയ്തിട്ടില്ല. എൻ്റെ കർത്താവ് ഇന്ന് 2000
25-ലും എൻ്റെ കർത്താവ് ആയുസ്സോടെ ദൈവം നിർത്തിയിരിക്കുന്നു. ഹാലലൂയ. ആ ദൈവത്തിന് സകല മഹത്വവും നൽകുന്നു. ഈ ദൈവം ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹാലലൂയ. ആര് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നുവോ മുറുകെ പിടിക്കുന്നുവോ ദൈവമേ അവർക്ക് എല്ലാവരെയും ഇനി കർത്താവ് പറഞ്ഞ് എൻ്റെ തൊഴുത്തിൽ ഇനിയും ഉൾപ്പെടാത്ത ഇനിയും അനേകർ കർത്താവിൻ്റെ പെട്ടകത്തിൽ കയറുവാനുണ്ട്. ഹാലലൂയ. ദൈവം അവരെ എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഹാലലൂയ എത്രയും വേഗം കർത്താവ് വരും. ഹാലലൂയ. ആ കൃപ എത്രയും വേഗം നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുവാനുള്ള മനസ്സ്, ആ കൃപ, ദാഹം ദൈവം അവിടെ നിന്ന് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. ഏതൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ പ്രാപിച്ച് നമ്മൾ സന്തോഷം അനുഭവിച്ചാലും അതെല്ലാം പറ്റിപ്പോകും. എന്നാൽ കർത്താവ് തരുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ഈ പരിശുദ്ധാത്മാവ് ഹാലലൂയ, അത് ദൈവം അയച്ചത് നമ്മുടെ അടുക്കൽ നിന്ന് നമുക്ക് പകർന്നു തരാതെ, ദാഹിച്ച് ചോദിക്കുന്നവർക്ക് അത് തരാതെ കർത്താവ് മടക്കി അയക്കുകയില്ല. ഹാലലൂയ. ഇന്നെല്ലാവരെയും വ്യക്തിപരമായി കർത്താവ് ഹാലലൂയ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരൊക്കെ ചോദിക്കുന്നു ഹാലലൂയ, അത് ദൈവം കൊടുത്തയച്ചത് അത് വെറുതെ കർത്താവ് ഹാലലൂയ മടക്കി കൊണ്ടുപോകില്ല. ആരൊക്കെ ചോദിക്കുന്നു അവർക്കൊക്കെ ദൈവം കൊടുക്കുന്നു. ഹാലലൂയ. നന്ദി. കർത്താവ് പ്രകാരം ദൈവത്തിൻ്റെ വരവേറ്റെടുത്ത കർത്താവിനോടുള്ള ജീവിതം നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം, ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. സ്തോത്രം. ദൈവമേ, സ്തുതികൾക്ക് യോഗ്യനെ. ഹാലലൂയ. ഈ സമയപ്പ അപ്പൻ്റെ വചനം കർത്താവെ ഹാലലൂയ ജീവിപ്പിക്കുന്ന വചനമാണപ്പ, സൗഖ്യമാക്കുന്ന വചനമാണ് കർത്താവെ. പാപങ്ങളെ, ഞങ്ങളുടെ അനീതികളെ നീക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനമാണപ്പ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ മറയപ്പെടുന്ന കർത്താവെ, എല്ലാവരെയും മറയ്ക്കുന്ന കർത്താവെ, സകല അനീതിയും അശുദ്ധികളെയും കഴുകിക്കളയണമേ കർത്താവെ. ഹാലലൂയപ്പ. ഹാലലുറികമാനോ. നന്ദി യേശോപ്പ, നന്ദി യേശോപ്പ. ഹാലലൂയപ്പ. പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേൽ, സകലരുടെ മേലും ഹാലലൂയ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം കൈക്കൊള്ളുവിന് നല്ല ചെയ്തതുപോലെ ഹാലലു അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത വചനപ്രകാരം എല്ലാവരും കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം, പ്രാപിപ്പാൻ തക്കവണ്ണം ഹാലലൂയ ദൈവമേ കർത്താവിനെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി അപ്പാ. ഹാലലൂയ. ഓരോ ആത്മാവും വിലയേറിയതാണല്ലോ കർത്താവെ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന കർത്താവ്. ഹാലലൂയ. സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്ന യേശുവപ്പ. നന്ദിയോടെ വാഴ്ത്തുന്നു, വണങ്ങുന്നു, മഹത്വപ്പെടുന്നു. ദൈവസ്നേഹത്താൽ എല്ലാവരും നിറയപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. നന്ദി യേശുവപ്പ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലലൂയ. വചനം കേൾക്കുകയും കർത്താവെ അത് ഹാലലൂയ ആഴങ്ങളിൽ അത് പതിയുവാനും ഹാലലൂയ ദൈവമേ തക്ക സമയത്ത് കർത്താവെ ഹാലലൂയ അത് ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം സൃഷ്ടിപ്പിക്കപ്പെടുന്ന ഹാലലൂയ സ്തോത്രം തക്ക സമയത്ത് ആത്മമാരി പെയ്യ്ക്കുന്ന ദൈവകൃപ ഹാലലൂയ എവിടെയായിരുന്നാലും കർത്താവെ ദൈവമേ അവിടെ നിന്ന് പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് കടന്നു ചെന്മാറാകണമേ അപ്പ. ദൈവമേ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്ന യേശുവപ്പ. ഞങ്ങളെല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം. കൃപ കൂടെ ഇരിക്കും. അന്ത്യത്തോളം ഞങ്ങളെ വഴി നടത്തും. ഹാലലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവർക്കും കേൾപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദി. സകലമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും അവിടത്തേക്ക് മാത്രം തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.